നിങ്ങളിപ്പം എൻ്റെ സ്ക്രീനിൽ കണ്ട ഈ പറയുന്ന കമൻസ് എല്ലാം വന്നത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ ലൈഫിൽ റീസെൻറ്റ് ഡേയ്സിൽ നടന്നൊരു ഇൻസിഡൻറ്റ് പുറത്ത് ആൾ റിയാക്ട് ചെയ്തൊരു വീഡിയോ അതിന് താഴെ വന്ന കമൻസ് ആണ്. ഓക്കെ, അതിൻ്റെ ബാക്കിയുള്ള പ്രൊസീഡിങ്സ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇന്ന് സംസാരിക്കാനുള്ള ഈ പെർട്ടിക്കുലർ കമൻസിനെ കുറിച്ചാണ്. ഇത് ഇതുപോലുള്ള ഇൻസിഡൻസിൻ്റെ വരുന്ന എല്ലാ വീഡിയോസിൻ്റെ താഴെയും ഇങ്ങനെയുള്ള കമൻറ്റുകളുണ്ട്. അപ്പം ഇത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഐ തിങ്ക് ഐ ഹാഡ് ടു ടോക്ക് അബൌട്ട് ദിസ് ബിക്കോസ് ഇതിൽ പറയുന്നത് ഒരു ഹരാസ്മെന്റ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരാൾ ശല്യപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കത് ഇഗ്നോർ ചെയ്താൽ പോരെ. നിങ്ങളെ ഈ പറയുന്ന പോലെ എന്തിനാണ് വെറുതെ പ്രശ്നം വഷളാക്കുന്നത്, നിങ്ങൾ ഈ പറയുന്നത് പോലെ അതിൻ്റെ പിന്നാലെ പോകുന്നതുകൊണ്ടല്ലേ ഇത് വലുതാവുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരോടാണ്. ഇതിനു മുന്നേ ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടെ പറയാം. ഹോട്ട്സ്റ്റാറിൽ ചിരയ്യ എന്ന് പറയുന്ന ഒരു ഹിന്ദി വെബ് സീരീസ് വന്നിട്ടുണ്ട്. അത് കാണുന്നവർക്ക് മനസ്സിലാവും അതിൻ്റെ പ്ലോട്ട് എന്താണെന്നൊക്കെ. അതിൽ ഏറ്റവും അവസാനം ക്ലൈമാക്സിൻ്റെ ഭാഗത്ത് അതിലെ ലീഡ് ക്യാരക്ടർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ലൈഫിൽ ഒരു തവണയെങ്കിലും ഈ പറയുന്നത് പോലെ തന്നെ മോശമായ രീതിയിൽ നോക്കുകയോ അല്ലെങ്കിൽ ഒരു ലൈക്ക് ബാഡ് ടച്ചോ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം. അതായത് തെറ്റ് ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പണ്ട് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് അതിൽ പറയുന്നുണ്ട്. അതായത് ആസ് എ മാൻ ഐ ക്യാൻ നെവർ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതായത് ഈ പറയുന്നത് പോലെ തന്നെ ചെറുപ്പം തൊട്ട്, അതായത് 6 മാസം പ്രായമുള്ള കൊച്ചു കുട്ടി ആവുന്ന ഒരു അവസ്ഥയെ തൊട്ട് ഈ പറയുന്നത് പോലെ തന്നെ 80കളിലും 90കളിലുള്ള ആൾക്കാരും ഹറാസ്മെന്റ് അനുഭവിക്കുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇറ്റ് ഈസ് എ വാലിഡ് തിങ്. ആൻഡ് ഇവര് ലൈഫ് ലോങ്, അതായത് ബസ്സിൽ കയറുമ്പോഴാണെങ്കിലും എവിടെ പോകുമ്പോഴാണെങ്കിലും പേടിച്ച് പോകണ്ട, പുറത്തിറങ്ങുമ്പോഴാണെങ്കിലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരാളോട് സംസാരിക്കുമ്പോഴാണെങ്കിലും ഇത്രയും പേടിച്ച് മുന്നിലേക്ക് ജീവിക്കേണ്ടി വരുന്ന ഒരു സിനാരിയോ ഉള്ളിടത്ത് സൊസൈറ്റി അപ്പോഴും ചോദിക്കുന്നത് ഈ പറയുന്നത് പോലെ തന്നെ ഇഗ്നോർ ചെയ്താൽ പോരെ, എന്തിനാണ്, എന്തായാലും വരില്ലേ. അതിൽ പെർട്ടിക്കുലർലി ഒരു കമന്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ പറയുന്നത് പോലെ തന്നെ ആൾക്കാർ എന്തായാലും മെസ്സേജ്, നിങ്ങൾ എന്തിനാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്, ഇതാണ്. ഓക്കെ, അപ്പം ഈ ചിന്താഗതിയല്ലേ മാറേണ്ടത്. ഈ പറയുന്നത് പോലെ തന്നെ ഹരാസ് ചെയ്യപ്പെടുന്നവർ അത് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതിനെക്കാളും ആ ഹരാസ്മെന്റ് നടക്കാതിരിക്കുക എന്നുള്ളതല്ലേ വേണ്ടേ. ആൻഡ് വാട്ട് ഈസ് ദ ഹോൾ പോയിന്റ് ഓഫ് ജുഡീഷ്യറി ദറ്റ്. ഈ പറയുന്നത് പോലെ തന്നെ നമുക്കൊരു നിയമവ്യവസ്ഥ ഉണ്ടാവുന്നതിന്റെ കാരണം തന്നെ തെറ്റ് ചെയ്യുന്നവർ ഈ നിയമത്തിന്റെ ശിക്ഷ അനുഭവിക്കുകയും ബാക്കിയുള്ളവർ ഇതൊരു മാതൃകയാക്കിയിട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യാന്നുള്ളതല്ലേ. സോ ലൈക്ക് എന്തുകൊണ്ടാണ് അപ്പോഴും ഈ പറയുന്നത് പോലെ തന്നെ വിക്ടിം എപ്പോഴും ഇത് ഇഗ്നോർ ചെയ്യണം? നിങ്ങൾ ഈ പറയുന്നത് പോലെ തന്നെ അതും ഒഴിവാക്കാൻ നോക്കുക, മാക്സിമം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പോകാതിരിക്കാൻ നോക്കുക എന്ന് പറയുന്നത്. ആൻഡ് ഐ എം നോട്ട് ഗെറ്റിംഗ് ദ പോയിന്റ്.